പിണറായിയുടെ വീടെന്ന് പറഞ്ഞ് കുന്നംകുളത്തെ വിദേശ മലയാളിയുടെ ആഡംബര വീടിന്റെ ചിത്രം ഇന്റർനെറ്റിലൂടെ പ്രചരിപ്പിച്ചുവെന്നാണ് കേസ്. പിണറായി വിജയന്റെ വീടെന്ന് പറഞ്ഞ് ഇന്റർനെറ്റിൽ പ്രചരിച്ച ചിത്രത്തിൽ പ്രത്യേക താൽപര്യത്തോടെ ചില വരികൾ കൂട്ടിച്ചേർത്ത് പലർക്കും അയച്ചതിനാണ് മനോജിനെയും കാർത്തികിനെയും പോലീസ് അറസ്റ്റ് ചെയ്തത്. പിണറായിക്കെതിരെ വ്യാജ സന്ദേശമുണ്ടാക്കിയ ആളെക്കുറിച്ച് പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. ഇയാൾ ഉടൻ പിടിയിലാകുമെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ അറിയിച്ചു. തൊഴിലാളി വർഗ നേതാവിന്റെ കൊച്ചുകൂടിൽ ലാൽസലാം സഖാക്കളെ തുടങ്ങിയ വാചകങ്ങളാണ് മനോജും കാർത്തിക്കും സന്ദേശത്തിൽ കൂട്ടിച്ചേർത്തത്. ഇതുവരെയുള്ള അന്വേഷണത്തിൽ നമുക്ക് അങ്ങനെയാണ് മനസ്സിലായിട്ടുള്ളത്. കൂടുതൽ മാറ്റർ ആടിയതായിട്ട് നമ്മൾ ശ്രദ്ധിച്ചത്. അപകീർത്തികരമായ സന്ദേശങ്ങൾ മറ്റാളുകൾക്ക് അയച്ചു കൊടുക്കുന്നത് കുറ്റമാണ്. പരാതി ലഭിച്ചാൽ പോലീസിന് നേരിട്ട് കേസെടുക്കാം. 3 വർഷം വരെ തടവും പിഴയും കിട്ടുന്ന കുറ്റമാണെന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ അറിയിച്ചു. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. ഈ അന്വേഷണത്തിന് നേതൃത്വം നൽകിയ IG ശ്രീ ടോമിൻ തച്ചങ്കരി ടെലിഫോൺ ലൈനിൽ. ശ്രീ ടോമിൻ തച്ചങ്കരി, ഈ സന്ദേശം പ്രചരിപ്പിച്ചവർ, ഇമെയിലിലൂടെ ഇത് കൈമാറിയവർ ഒരുപാട് പേരുണ്ടാകാം. എന്തുകൊണ്ട് ഈ 2 പേർ മാത്രം അറസ്റ്റ്? ശ്രീ ടോമിൻ തച്ചങ്കരി, പിണറായി വിജയന്റെ വീടെന്ന പേരിൽ ഇന്റർനെറ്റിലൂടെ വ്യാജ സന്ദേശം പ്രചരിപ്പിച്ചതിനാണ് 2 പേർ ഇന്ന് അറസ്റ്റിലായത്. മനോജ്, കാർത്തിക് എന്നീ 2 വിദേശ ഇന്ത്യക്കാരാണ്, മലയാളികളാണ് പിടിയിലായത്. ശ്രീ ടോമിൻ തച്ചങ്കരി വീണ്ടും ടെലിഫോൺ ലൈനിൽ. ശ്രീ ടോമിൻ തച്ചങ്കരി, ഒരുപാട് പേർ ഈ സന്ദേശം കിട്ടിയവരൊക്കെ പ്രചരിപ്പിച്ചിട്ടുണ്ടാകും. എന്തുകൊണ്ട് മനോജും കാർത്തിക്കും മാത്രം പിടിയിൽ? മനോജും കാർത്തിക്കും ഉടൻ തന്നെ പുറത്തേക്ക് പോകാനുള്ള ഒരു സാധ്യതയുണ്ടെന്ന് അറിഞ്ഞു. അപ്പോൾ അങ്ങനെ പോയി കഴിഞ്ഞാൽ പിന്നെ വിദേശത്തേക്ക് പോയാൽ തിരിച്ചു വരാൻ സാധ്യതയില്ല എന്നുള്ളതാണ് അന്വേഷണ ഉദ്യോഗസ്ഥരോട് പറഞ്ഞത്. അപ്പോൾ ഇതിനകത്ത് കുറേയധികം ആൾക്കാരുണ്ട്. അവരെ അധികം പേര് വിദേശത്തുള്ളത്. അവർക്ക് ഈ വക കാര്യങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ഇതിൽ ഏർപ്പെട്ടു. അപ്പോൾ ആ കാരണം കൊണ്ടാണ് ഇപ്പോൾ ഇവര് വന്ന സമയത്ത് തന്നെ ഇവരെ അറസ്റ്റ് ചെയ്യുവാൻ സൈബർ ക്രൈം പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ ശ്രമിച്ചതെന്നാണ് എനിക്ക് അറിയാൻ കഴിയുന്നത്. ടോമിൻ തച്ചങ്കരി, ഈ സന്ദേശം യഥാർത്ഥത്തിൽ ഉണ്ടാക്കിയ ആൾ, ആദ്യമായി ഇന്റർനെറ്റിലൂടെ ഈ സന്ദേശം പ്രചരിപ്പിച്ച ആൾ, അയാളെ ഇതുവരെ പിടികിട്ടിയിട്ടില്ലേ? ഈ അന്വേഷണത്തിലിരിക്കുന്ന ഒരു കേസുകളിലെ എല്ലാ കാര്യങ്ങളും മാധ്യമങ്ങളോട് പറയരുത്, ഹൈക്കോടതിയിൽ എല്ലാവരും പറഞ്ഞിട്ടുള്ളതല്ലേ. ഏതായാലും കേസന്വേഷണം അതിനകത്ത് യാതൊരു ശങ്കയും വേണ്ട. ശ്രീ ടോമിൻ തച്ചങ്കരി യാത്രയിലാണ്. അദ്ദേഹത്തെ വീണ്ടും ടെലിഫോൺ ലൈനിൽ കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പിണറായി വിജയനെതിരെ വ്യാജ സന്ദേശം പ്രചരിപ്പിച്ചതിനാണ് 2 പേർ ഇന്ന് അറസ്റ്റിലായിരിക്കുന്നത്. പിണറായി വിജയന്റെ വീടെന്ന പേരിൽ കുന്നംകുളത്തുള്ള മറ്റൊരാളുടെ വീടിന്റെ ചിത്രങ്ങളാണ് ഇന്റർനെറ്റിലൂടെ പ്രചരിപ്പിച്ചതിനെതിരെ പിണറായി വിജയൻ പരാതി നൽകിയിരുന്നു. ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് സൈബർ പോലീസ് അന്വേഷണം നടത്തിയത്. 2 പേർ അറസ്റ്റിലാണ്. ആദ്യമായി ഈ സന്ദേശം ഉണ്ടാക്കിയ ആൾ ഉടൻ തന്നെ പിടിയിലാകുമെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ കരുതുന്നത്. ഇദ്ദേഹവും വിദേശത്താണെന്നാണ് സൂചന. ശ്രീ MV ജയരാജൻ, CPM നേതാവ് ടെലിഫോൺ ലൈനിൽ. ശ്രീ MV ജയരാജൻ, പിണറായി വിജയന്റെ പേരിൽ പ്രചരിപ്പിക്കപ്പെട്ട ഒരു വ്യാജ സന്ദേശത്തിന്റെ പേരിൽ 2 പേർ അറസ്റ്റിലായിരിക്കുന്നു. ഇവർക്ക് എന്തെങ്കിലും രാഷ്ട്രീയ ബന്ധമുണ്ടെന്ന് കരുതുന്നുണ്ടോ? ഈ പ്രചരിപ്പിച്ചതിന്റെ പിന്നിൽ എന്തെങ്കിലും സംശയം CPM-നുണ്ടോ? കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ പ്രചരണത്തിന് ഇപ്പോ ഒരു പുതിയ തലം വന്നിരിക്കുകയാണ്. ഇതുവരെ കെട്ടിപ്പൊക്കിയ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരെല്ലാം കേരളത്തിൽ ജനങ്ങളിൽ നിന്ന് അകലുകയാണ്. സുഖലോലുപന്മാരാണ്, വലിയ ബംഗ്ലാവുകൾ സ്ഥാപിക്കുന്നവരാണ്. എന്നെത്തിയ പ്രചരണത്തിന് ഏറ്റവും ഒരു തിരിച്ചടിയാണ് യഥാർത്ഥത്തിൽ ഈ വസ്തുതകൾ പുറത്തു വന്നതോടുകൂടി വ്യക്തമാവുന്നു. ഇതിന്റെ പിന്നിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ തകർക്കണമെന്ന് ആഗ്രഹിക്കുന്ന രാഷ്ട്രീയ ശക്തികൾക്കാണ് പ്രധാനമായും പങ്കുള്ളത്. അവര് എത്രമാത്രം ശ്രമിക്കുന്നു എന്നുള്ളതിന്റെ ഒരു സൂചനയാണ്. ശ്രീ MV ജയരാജൻ, ഇത് ആദ്യമായി ഉണ്ടാക്കിയ ആൾ അത്തരം രാഷ്ട്രീയ ബന്ധമുള്ള ഒരാൾ തന്നെ ആയിരിക്കുമെന്നാണോ കരുതുന്നത്? CPM-നെതിരായി കെട്ടിപ്പൊക്കി വന്നിട്ടുള്ള പ്രചരണമുണ്ട്. കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് കേരളത്തിൽ ഉയർത്തിവിട്ട ആ പ്രചരണമുണ്ട്. ആ പ്രചരണത്തിന് ആരൊക്കെയാണോ നേതൃത്വം കൊടുത്തത് അവർക്കെല്ലാം ഇതിന്റെ പിന്നിൽ ഏറിയും കുറഞ്ഞ
പങ്ക് വ്യക്തമാവുകയാണ്. എന്ന് മാത്രമല്ല, ആ പ്രചരണങ്ങൾക്ക് ഈ വസ്തുതകളുടെ സത്യാന്വേഷണത്തിന്റെ വിവരങ്ങൾ പുറത്തു വന്നതോടെ കെട്ടിപ്പൊക്കിയത് ചായക്കോപ്പയിലെ കൊടുങ്കാറ്റായിരുന്നു എന്നുള്ള രാഷ്ട്രീയമാണ് പുറത്തു വരുന്നത്. തിരിച്ചെത്താം ശ്രീ എം വി ജയരാജൻ. അല്പസമയം കൂടി ടെലിഫോൺ ലൈനിൽ തുടരണം. ശ്രീ ടോമിൻ ജെ തച്ചങ്കരി, ഈ പ്രശ്നത്തിൽ ഇപ്പോൾ അറസ്റ്റിലായ ആളുകൾ ഇത് രാഷ്ട്രീയമായ ഉദ്ദേശത്തോടു കൂടിയാണ് ചെയ്തത് എന്ന് പോലീസിന് തോന്നുന്നുണ്ടോ? അത്തരം കാര്യങ്ങൾ അന്വേഷിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? യഥാർത്ഥത്തില് പ്രഥമദൃഷ്ടിയ അങ്ങനെ ഒരു വിവരം എന്നോട് അന്വേഷണ ഉദ്യോഗസ്ഥർ പറഞ്ഞില്ല. പക്ഷെ ഞങ്ങളിത് പ്രധാനമായിട്ട് ഇതിനകത്ത് അറിയിക്കാൻ ഉദ്ദേശിക്കുന്നത്, അറിഞ്ഞോ അറിയാതെയോ ഇവിടെയുള്ള മലയാളികൾ പ്രത്യേകിച്ചും കരുതുന്നു ഇന്റർനെറ്റിലെ എന്ത് കാര്യങ്ങൾ ചെയ്താലും അത് എന്തുമാകാം എന്നൊരു തോന്നല്. അത് പാടില്ല. ഇപ്പോഴേ കഴിഞ്ഞ കുറെ നാളുകളായി ഇന്റർനെറ്റിലുള്ള സൈബർ ക്രൈമുകൾ കുറേയധികം നമ്മൾ പിടിക്കും. നൈജീരിയൻ ഫ്രോഡ്, അതുപോലെ വ്യാജ ലോട്ടറി, അതുപോലെ വ്യാജ ക്രെഡിറ്റ് കാർഡ്, മുഖ്യമന്ത്രിയെ ഇന്റർനെറ്റ് പ്രോട്ടോകോളിലൂടെ വിളിച്ച് ഇന്റർനെറ്റ് ഫോണിലൂടെ വിളിച്ച് ഭീഷണിപ്പെടുത്തിയ കേസ്, ഇപ്പോൾ ഇത് ഇമെയിൽ കേസ്. ഇതൊക്കെ കൊടുക്കാനുള്ള ഒരു മെസ്സേജ് ഇതാണ്: ഇന്റർനെറ്റിലൂടെ എന്ത് തോന്നിയാസവും കാണിക്കാം, അല്ലെങ്കിൽ എന്ത് നിയമവൈദ്യവും കാണിക്കാം എന്നുള്ള കാര്യങ്ങൾ ഇനി ഉണ്ടാകരുത്. ആ മെസ്സേജാണ് ഇത്തരം കേസിലൂടെ പ്രധാനമായിട്ടും നമ്മൾ കേരള പോലീസ് പറയാൻ ഉദ്ദേശിച്ചത്. ശ്രീ ടോമിൻ തച്ചങ്കരി, അതായത് ഇത് ആദ്യം ആരുണ്ടാക്കിയെന്നതല്ല, ഇത് കിട്ടിയാൽ മറ്റാൾക്ക് നൽകിയാൽ അവരും ഇത്തരം കേസുകളിൽ പ്രതിയാക്കപ്പെടാം, അവരും ശിക്ഷിക്കപ്പെടാം, അങ്ങനെയാണോ? തീർച്ചയായിട്ടും. കാരണം ഇതിനകത്ത് ആദ്യമായിട്ടാണ് ഒരാളിന് പരാതി തന്ന് കേസ് രജിസ്റ്റർ ചെയ്യാൻ ആവശ്യപ്പെടുന്നത്. ഇതിനു മുമ്പൊക്കെ നമ്മുടെ സൈബർ സെല്ലിൽ അല്ലെങ്കിൽ ഹൈടെക് സെല്ലിൽ ഒരു പരാതി ഒരു പെറ്റീഷൻ കൊടുത്തൊരു പെറ്റീഷൻ കൂടിയായിട്ടായിരുന്നു ഹാൻഡിൽ ചെയ്തത്. ഇപ്പോൾ ഇതൊരു IT ആക്ട് 2008 അടുത്ത കാലത്തായിട്ട് അമെന്റ് ചെയ്ത് വന്നു. അപ്പോൾ ഇത് ഒഫൻസ് ആയി മാറി. ഈ ഒഫൻസില് കേരള പോലീസ് എടുക്കുന്ന ആദ്യത്തെ കേസാണിത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്കൊരു മെയിൽ കിട്ടിയാൽ അതിന്റെ സത്യാവസ്ഥ അറിയാതെ അത് ഫോർവേഡ് ചെയ്താൽ, അല്ലെ അതിനകത്ത് ഓൾട്ടറേഷൻസ് ചെയ്ത് നമ്മുടേതായിട്ട് എന്തെങ്കിലും ആഡ് ചെയ്ത് ഒന്ന് ഫോർവേഡ് ചെയ്താൽ, അത് ആർക്കെങ്കിലും മാനഹാനിയോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടോ ഉണ്ടാക്കിയാൽ അതിനകത്ത് സെക്ഷൻ 66 അട്രാക്ട് ചെയ്യും. അതാണ് ഇപ്പോൾ ഉണ്ടായ ഒരു മാറ്റം. ശ്രീ ടോമിൻ തച്ചങ്കരി, പലപ്പോഴും പല പ്രധാനപ്പെട്ട നേതാക്കളെ കുറിച്ച്, വളരെ പ്രസിദ്ധരായ ആളുകളെ കുറിച്ച് തമാശ രൂപേണ പോലും ഒരുപാട് ചിത്രങ്ങളും മെസ്സേജുകളും ഒക്കെ ഇന്റർനെറ്റിലൂടെ പ്രചരിക്കുന്നുണ്ട്. അത് കിട്ടുന്ന ആളുകൾ അതിന്റെ ഒരു തമാശ ഓർത്ത് അത് മറ്റാളുകൾക്ക് കൊടുക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ ചെയ്യുന്നവർ ഇനി സൂക്ഷിക്കണം. പരാതി ഉണ്ടായാൽ കർശനമായ നടപടികൾ ഉണ്ടാകും, ശിക്ഷയുണ്ടാകും. അതുകൂടിയാണോ പോലീസ് ഓർമ്മിപ്പിക്കുന്നത്? തീർച്ചയായിട്ടും അങ്ങനെ ഒരു മാറ്റം ഉണ്ടായെന്നുള്ളത് കേരള ജനങ്ങൾ അറിയണം. അതിനുവേണ്ടി സൈബർ ക്രൈം പോലീസ് സ്റ്റേഷനിലെ ആളുകൾ ഒരു ബ്രീഫിംഗ് ആയിട്ട് നടത്തിയത്. ഇനി മുതൽ നമുക്ക് കിട്ടുന്ന മെസ്സേജുകളാകട്ടെ, ഇമെയിലുകളാകട്ടെ, അതിന്റെ സത്യാവസ്ഥ അറിയാതെ ഒരുപക്ഷെ നമ്മള് ഒരു തമാശ രൂപേണ അയച്ചാലും അതുകൊണ്ട് ആർക്കെങ്കിലും മാനഹാനിയോ ബുദ്ധിമുട്ടോ ഉണ്ടായാൽ അവർ പരാതി നൽകുകയും കൂടി ചെയ്താൽ, അത് കേസായിട്ട് രജിസ്റ്റർ ചെയ്താൽ ഇതുപോലെ വിഷയം അറസ്റ്റും ഉണ്ടാവും. ശ്രീ ടോമിൻ തച്ചങ്കരി, ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്ന 2 പേർക്ക് ഇപ്പോൾ നിലവിലുള്ള നിയമം അനുസരിച്ച് കിട്ടാവുന്ന പരമാവധി ശിക്ഷ എത്രയാണ്? 3 വർഷം വരെ ശിക്ഷ കിട്ടാവുന്ന കുറ്റമാണ് അവർ ചെയ്തിരിക്കുന്നത്. IT ആക്ട് 2008 പ്രകാരം 3 വർഷം വരെ ശിക്ഷ കിട്ടാവുന്ന കുറ്റമാണ് അവർ ചെയ്തിരിക്കുന്നത്. ടോമിൻ തച്ചങ്കരി, ഈ മനോജ് കാർത്തിക് എന്നീ അറസ്റ്റിലായ